ലാൻഡ് ക്രൂയിസർ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ വേണ്ടല്ലോ അല്ലേ? ടൊയോട്ടയുടെ ഏറ്റവും പ്രായം ചെന്ന താരം, ആഫ്രിക്കയിലുള്ള ഡയമണ്ട് മൈൻസിന്റെ സെക്യൂരിറ്റി പട്രോൾ, സൗദി അറേബ്യയിലെ ഓയിൽ ഫീൽഡ്സ്, യുണൈറ്റഡ് നേഷൻസ്, ഇവരുടെയെല്ലാം വിശ്വാസം നേടിയെടുത്ത വീരശൂരൻ. 25 വർഷക്കാലത്തോളം ആയുരാരോഗ്യത്തോടെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള വാഹനം. ജനനം 1951. ജപ്പാൻ നിർമ്മിച്ച ഈ BJ മോഡലാണ് അമേരിക്കയുടെ മിലിറ്ററി കൊറിയയുമായുള്ള യുദ്ധത്തിൽ പ്രധാനമായും ഉപയോഗിച്ചത്. ജീപ്പ് എന്നായിരുന്നു ആദ്യം ഇതിനെ വിളിച്ചിരുന്നത്. എന്നാൽ 1954 പ്രശസ്ത ബ്രാൻഡായ വില്ലീസ് ജീപ്പ് ടൊയോട്ടയ്ക്കെതിരെ പേരിനെ ചൊല്ലി കേസ് കൊടുത്തപ്പോൾ ടൊയോട്ട തന്റെ വാഹനത്തിന് ലാൻഡ് ക്രൂയിസർ എന്ന് പേരിട്ടു. FJ20 ആണ് ഒറിജിനൽ മോഡലെങ്കിലും 1958 FJ40 മോഡലാണ് ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൻഡ് ക്രൂയിസർ. ആദ്യകാലത്ത് സ്റ്റൈലിനേക്കാൾ കാര്യക്ഷമതയ്ക്കായിരുന്നു ലാൻഡ് ക്രൂയിസറിന് ടൊയോട്ട മുൻഗണന കൊടുത്തിരുന്നത്. എത്ര പ്രതികൂല സാഹചര്യത്തിലും വളരെ നന്നായി പെർഫോം ചെയ്യുന്ന സൂപ്പർ ഹീറോ. എന്നാൽ 1960കളിൽ ലാൻഡ് ക്രൂയിസറിന്റെ പരിവർത്തനം തുടങ്ങി. അങ്ങനെയാണ് J55 എന്ന SUV മോഡൽ വരുന്നത്. പിന്നീട് വളരെ മികച്ച സോളിഡ് ഫ്രണ്ട് ആക്സിൽ ഉൾപ്പെടുത്തിയ 100 സീരീസ് 2006-2007 വർഷങ്ങളിൽ ടൊയോട്ടയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമേക്കർ എന്ന പദവി നൽകിക്കൊടുത്തു. ഈ ലാൻഡ് ക്രൂയിസറുകൾ വിശ്വസ്തവും വിലയിൽ മെച്ചവുമായിരുന്നു. എന്നാൽ 2008 നിർമ്മിക്കാൻ തുടങ്ങിയ 300 സീരീസ് ലാൻഡ് ക്രൂയിസറിന് ഒരു പുതുപുത്തൻ ഫീച്ചറുണ്ട്: എ ട്രാക്ക് വിത്ത് ക്രോൾ കൺട്രോൾ. വളരെ ചെറിയ സ്പീഡിലും അമിതഭാരം താങ്ങാനും അതികഠിനമായ നിരത്തിലും അനായാസം ഓടാൻ കഴിയുന്ന അൾട്ടിമേറ്റ് സ്റ്റാർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ടയർ സ്മോക്കിലെ ഇന്നത്തെ താരമായ 300 സീരീസ് ലാൻഡ് ക്രൂയിസറിനെ ടൊയോട്ടയുടെ ഡിസൈനർമാരും എഞ്ചിനീയർമാരും ഒറ്റ വാക്കിൽ, ഒരേ സ്വരത്തിൽ, ഏറ്റവും അഭിമാനത്തോടെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസ്തൻ. ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് 4x4 എവർ ബിൽറ്റ്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഖത്തറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 2022 ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ പോകുന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനികരുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് രാജ്യങ്ങളിലൊന്ന്, അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കറിയാം. ഞാൻ ഖത്തറിലേക്ക് വരുന്നതിന് മുമ്പ് ഖത്തറിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം വന്ന ഒരു ഫൺ ഫാക്ട്: ലോകത്ത് ഏറ്റവും കൂടുതൽ ലാൻഡ് ക്രൂസറുകളുള്ള ഒരു രാജ്യമാണ് ഖത്തർ. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ലാൻഡ് ക്രൂസർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. വൈ? ആൾക്കാർക്ക്, ഖത്തറികൾക്ക് പിന്നെ ഒരു കാലത്ത് ഒട്ടകത്തിൽ അറബികൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസത്തെക്കാൾ കൂടുതലാണ് ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് ലാൻഡ് ക്രൂസറുകളിൽ അവർക്കുള്ള വിശ്വാസം. സെക്കൻഡ് വേൾഡ് വാർ തീർന്നതോടുകൂടെ ലോകത്ത് ഈ ഓഫ് റോഡിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ആയത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. അപ്പം ലാൻഡ് റോവർ, ബ്രിട്ടൻ്റെ ലാൻഡ് റോവറും അമേരിക്കയുടെ ജീപ്പും ആ ഒരു ഫീൽഡിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ടൈമിലാണ് 1952 ഫസ്റ്റ് ലാൻഡ് ക്രൂസർ എന്ന പേരിൽ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി വേൾഡ് വാർ 2 വില്ലീസ് ജീപ്പിൻ്റെ ഓൾമോസ്റ്റ് ഡയറക്റ്റ് കോപ്പി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായിരുന്നു. പക്ഷേ ഓവർ ദ ലാസ്റ്റ് 70 years ടൊയോട്ട ഹാസ് ഡെവലപ്ഡ് ദെയർ പ്രോഡക്റ്റ് ഇങ്ങനെ അതിഭീകരമായ ലെവലിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും റിലയബിലിറ്റിയും ഇൻക്രീസ് ആയി ഇന്ന് ലോകത്ത് ടൊയോട്ടയ്ക്കുള്ള ക്വാളിറ്റിക്കുള്ള പേര്, ടൊയോട്ട ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തിയത്, ആ പേര് ബിൽഡ് ചെയ്ത് കൊടുത്തത് ലാൻഡ് ക്രൂസറാണ്. ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും പിന്നെ സഹാറ മരുഭൂമി, അതേപോലെ മിഡിൽ ഈസ്റ്റ്, അങ്ങനെ ലോകത്ത് ഏറ്റവും ദുർഘടമായ ഏതൊക്കെ ടെറൈൻ ഉണ്ടോ ആ ടെറൈനിലെല്ലാം എടുത്തുകൊണ്ട് പോയാൽ തിരിച്ച് നമ്മളെത്തിയില്ലെങ്കിലും വണ്ടി എത്തുമെന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ റിലയബിലിറ്റിയുള്ള ഒരു വാഹന ശ്രേണിയാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ. ലാൻഡ് ക്രൂസറിൻ്റെ 6ാമത്തെ ജനറേഷൻ വെഹിക്കിൾസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുള്ള 2022 മോഡൽ ഇയർ എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 300 സീരീസ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ 200 സീരീസ് എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 2007 മുതൽ
2021 വരെ 14 വർഷം പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. ആൻഡ് ദോസ് വെഹിക്കിൾസ് ആർ സ്റ്റിൽ ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോലും ഒരു കുറഞ്ഞ വിലയിൽ ആ വണ്ടികൾ കിട്ടില്ല. ലാൻഡ് ക്രൂസർ മേടിക്കുന്നത് സ്വർണം മേടിക്കുന്നത് പോലെ എന്നാണ് മുക്കാൽ ഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ലാൻഡ് ക്രൂസർ എല്ലാവർക്കും ഇത്ര പ്രിയങ്കരനായിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറാനുള്ള കാരണങ്ങൾ എന്നത് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടൊയോട്ടയാണ്. ടൊയോട്ടയുടെ റിലയബിലിറ്റി ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ്, ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ചാസിയുള്ള ഈ ലാൻഡ് ക്രൂസറിന് മറ്റ് SUV-കളെ പോലെ മോണോകോക്ക് ബോഡി കൺസ്ട്രക്ഷൻ അല്ല. ലാഡർ ഫ്രെയിം ചാസിസിന് മുകളിൽ ബോഡി വെച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ ഉള്ള ഒരു വാഹനമാണ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് വണ്ടിയുടെ സ്ട്രെങ്ത്, വണ്ടിയുടെ പിന്നെ ഈ ഫ്ലെക്സ് എന്ന് പറയും. അതായത് നമ്മുടെ വീലുകൾ പല ആംഗിളിൽ പല സൈറ്റുകളിൽ നിൽക്കുന്ന ടൈമിൽ ബോഡി വളയാനോ തിരിയാനോ പാടില്ല. ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് റിജിഡായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ബോഡി ഫ്ലെക്സ് വളരെ കുറയുകയും സസ്പെൻഷന് ട്രാവലിന് എത്ര മാത്രം ഈ സസ്പെൻഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു സ്ട്രെങ്ത് ഉള്ള രീതിയിലാണ് ഈ വണ്ടിയുടെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ടൊയോട്ടയുടെ A-Track എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മുമ്പ് ജനറേഷനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ട്രാക്ഷൻ കൺട്രോളോട് കൂടിയിട്ടുള്ള 4-wheel drive സിസ്റ്റം എത്ര മോശം ഡ്രൈവർ, ഇപ്പോൾ എന്നെയൊക്കെ പോലെ വളരെ മോശം ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോലും ഡെസേർട്ടിൽ പോയാൽ നമ്മൾ കഷ്ടപ്പെടില്ല. ഇറ്റ് മേക്സ് യു ഫീൽ ലൈക്ക് എ ഹീറോ. നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ പോയാലും രക്ഷപ്പെട്ട് പോരാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാക്കാൻ വണ്ടിനെ കൊണ്ട് കഴിയും. ആൻഡ് ദ വെഹിക്കിൾ ഈസ് കേപ്പബിൾ ഓൾസോ. ലാൻഡ് ക്രൂസേഴ്സ് ആർ നോൺ ഫോർ ദെയർ വെരി പവർഫുൾ എൻജിൻസ് ആൻഡ് ബുള്ളറ്റ് പ്രൂഫ് ഗിയർ ബോക്സ് ആൻഡ് ഡ്രൈവ് ട്രെയിൻ. ഇന്ന് വരെ അൺലെസ് ആൻഡ് അതർവൈസ് യൂസർ അത്രയും ആ വണ്ടിനെ അബ്യൂസ് ചെയ്ത് അതിനെ തീരെ ശ്രദ്ധിക്കാതെ കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ എൻജിൻ ഫെയിലിയർ വളരെ റെയറായിട്ട് നമ്മൾ കേൾക്കാം. പിന്നെ ഇവിടെ ഈ റേസിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളിലൊക്കെ പ്രശ്നം വരുമെങ്കിലും 6 ലക്ഷം 7 ലക്ഷം കിലോമീറ്റർ ഓടിയ ലാൻഡ് ക്രൂസറുകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്റ്റൈലായിട്ട് റോട്ടിൽ ഓടുന്നത് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ആൻഡ് 20 വർഷം 30 വർഷം പഴക്കമുള്ള ലാൻഡ് ക്രൂസറുകൾ ആണെന്നുണ്ടെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റിൽ ഗെറ്റ്സ് യുവർ പ്രീമിയം. സോ ബൈങ് എ ലാൻഡ് ക്രൂസർ ഈസ് നോട്ട് ജസ്റ്റ് നമുക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു വാഹനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതൊരു ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് യു ലൈക്ക് കേപ്പബിൾ ഓഫ് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. Smoke. Smoke. 2022 Toyota Land Cruiser GXR 3.5 ലിറ്റർ V6 ട്വിൻ ടർബോ ആ മോഡലിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഡെസേർട്ടിലുള്ളത്. ലാൻഡ് ക്രൂസറിൻ്റെ പേരുണ്ടാക്കിയത് ഓഫ് റോഡിലും ഡെസേർട്ടിലുമാണ്. റോഡിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓഫ് റോഡിങ്ങിന് റിലൈ ചെയ്യുന്ന വാഹനങ്ങളിലൊന്നാണ് ലാൻഡ് ക്രൂസർ.
മറ്റ് SUV-കളെല്ലാം ഓഫ് റോഡേഴ്സ്, സോഫ്റ്റ് റോഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ലാൻഡ് ക്രൂസർ ഈസ് കോൾഡ് ആൻ ഓവർലാൻഡർ. ഓസ്ട്രേലിയയിൽ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് പോകാനുള്ള ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് ലാൻഡ് ക്രൂസർ തിരിച്ച് നിർത്തി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ യു വിൽ റീച്ച് ദെയർ. ഏത് ദുർഘടമായ പാതയും, റഫ് ടെറൈൻ ആയിക്കോട്ടെ, റോക്സ് ആയിക്കോട്ടെ, ഗ്രേവൽ ആയിക്കോട്ടെ, ബീച്ച് ആയിക്കോട്ടെ, സാൻഡ് ആയിക്കോട്ടെ, ഡ്യൂൺസ് ആയിക്കോട്ടെ, ലാൻഡ് ക്രൂസറിന് അതൊരു വിഷയമല്ല. ആൻഡ് 2022 മോഡൽ ഇവർ റിലീസ് ചെയ്തപ്പോൾ ഇറ്റ് കെയിം വിത്ത് ഓൺലി എ V6 എഞ്ചിൻ. യൂഷ്വലി ലാൻഡ് ക്രൂസറിൻ്റെ ഏറ്റവും പവർഫുൾ എഞ്ചിൻസ് V8 ആണ്. പക്ഷേ ഇപ്പോൾ ലോകത്താകമാനം നമ്മൾ കാണുന്നൊരു പ്രതിഭാസമാണ്, ഓൾ ദ വെഹിക്കിൾസ് കമ്പനീസ് ദേ ആർ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദ എഞ്ചിൻസ് ആൻഡ് ഇൻക്രീസിങ് ദ പവർ. അത് പിന്നെ എക്കോളജിക്കൽ ഇഷ്യൂസ് കാരണവും പിന്നെ എക്കോണമിക്കൽ ഇഷ്യൂസ് കാരണം, രണ്ട് കാരണങ്ങളുണ്ട്. മൈലേജ് കൂടുതൽ കിട്ടുവാൻ വേണ്ടിയിട്ടും പൊല്യൂഷൻ കുറയാനും വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ആൻഡ് അഗെയിൻ ഇപ്പോഴത്തെ ടർബോ ടെക്നോളജി ഈസ് ഓൾസോ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. 3.5 ലിറ്ററിൽ നിന്നും 430+ bhp ആണ്, 440 bhp ആണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ പവർ ഔട്ട്പുട്ട്. പക്ഷേ അധികം വൈകാതെ തന്നെ US-ൽ വരാൻ പോകുന്ന ഇതിൻ്റെ ലെക്സസ് വേർഷൻ, LX വേർഷൻ, LX600 എന്നാണ് അവിടെ വിളിക്കുന്നത്. അതിനകത്ത് ഇറ്റ് വിൽ കം വിത്ത് ഹൈബ്രിഡ്, ഒരു 140 160 bhp ഉള്ള ഒരു പെട്രോൾ എഞ്ചിൻ കൂടെ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഹൈലി പവർഫുൾ വേർഷൻ വരാൻ പോകുന്നുണ്ട്. സോ യൂഷ്വലി ടൊയോട്ട ബ്രാൻഡിൽ ഇറക്കാത്ത പ്രോഡക്ട്സ് ലെക്സസിൽ ഇറക്കും. ലെക്സസിൽ അത് ഹിറ്റായി കഴിയുമ്പോൾ തിരിച്ച് ഇറ്റ് വിൽ ട്രിക്കിൾ ബാക്ക് ഡൗൺ ഇൻ ടു ലാൻഡ് ക്രൂസർ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ദ സെയിം എഞ്ചിൻ ഈസ് കമ്മിങ് ഇൻ ടൊയോട്ടയുടെ ടുണ്ട്ര എന്ന് അറിയപ്പെടുന്ന US-ലുള്ള ഫുൾ സൈസ് പിക്കപ്പ് എന്ന് പറയുന്ന മോഡലിനകത്തും ആ എഞ്ചിൻ ഇപ്പോൾ കറൻ്റ്ലി അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. V6 എഞ്ചിൻ്റെ കൂടെ 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ടൊയോട്ട ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേർഷൻ വേരിയേഷൻ അനുസരിച്ച് വണ്ടീൻ്റെ അകത്തുള്ള ഒരുപാട് ഫീച്ചേഴ്സിൽ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ ഡ്രൈവ് മോഡ്സിൽ വ്യത്യാസം വരും, സസ്പെൻഷൻ സെറ്റിങ്സിൽ വ്യത്യാസം വരും, പിന്നെ അതുപോലെ വേറെ കുറച്ച് കേപ്പബിലിറ്റികളിലൊക്കെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ക്യാമറാസിൻ്റെ എണ്ണത്തിൽ, ഡിസ്പ്ലേനകത്തുള്ള പിന്നെ ചില ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളിലുള്ള, അതായത് ക്രീച്ചർ കംഫർട്ട്സ് ആൻഡ് വാനിറ്റി ഫീച്ചേഴ്സ് എന്നുള്ളതിന് ഒഴികെ കേപ്പബിലിറ്റി എല്ലാ മോഡൽസും സെയിം ആണ്. എഞ്ചിൻ, ഡ്രൈവ് ട്രെയിൻ, സസ്പെൻഷൻ ട്രാവൽ എല്ലാം സെയിം ആണ്. ക്രീച്ചർ കംഫർട്ട്സ് ആൻഡ് വാനിറ്റി ഫീച്ചേഴ്സിലും മാത്രമേ ഈ 3 വേരിയൻസും തമ്മിൽ വ്യത്യാസം വരുന്നുള്ളൂ. GXR ഈസ് എ മിഡ് സ്പെക്ക് വണ്ടിയാണ്. ഇറ്റ് ഹാസ് ഓൾ ദ കേപ്പബിലിറ്റീസ് ആൻഡ് VXR എന്ന് പറയുന്ന ഹൈ എൻഡിലുള്ളതിനേക്കാൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ്. പക്ഷേ കേപ്പബിലിറ്റിയിൽ ഒട്ടും പുറകിലല്ല. ഇപ്പം ദീസ് മേജറായിട്ടുള്ള വ്യത്യാസം വരുന്നത്, ഒന്ന് പിന്നെ കളർ കോഡിംഗ് ട്രിം വേർഷൻസിൻ്റെ ഇതിനകത്ത് വ്യത്യാസം വരും. പിന്നെ അതുപോലെ നമ്മുടെ വീൽസിൻ്റെ സൈസ്, ടയറിൻ്റെ സൈസ്, ഇതിൽ രണ്ടിലുമാണ് കാര്യമായിട്ട് വ്യത്യാസം വരുന്നത്. പിന്നെ ഇത് രണ്ടും അല്ലാതെ VXR-ഉം VX-ഉം അല്ലാതെ GR എന്ന് പറയുന്ന ടൊയോട്ട ഗസു റേസിംഗ് എന്ന് പറയുന്ന അവരുടെ ഒരു ഇതുണ്ട്. പണ്ട് നമ്മൾ TRD എന്ന് പറഞ്ഞിട്ട് ടൊയോട്ട റേസിംഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ വരുന്ന അവരുടെ ഓഫ് റോഡ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ വരുന്നുണ്ട്. GR വേർഷനകത്ത് സീറ്റ്സിൻ്റെ എണ്ണം കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു ഓഫ് റോഡ് പാക്കേജ് ആയിട്ട് തന്നെ ടൊയോട്ട ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് GR വേർഷൻ. ദാറ്റ് വിൽ കം വിത്ത് കുറച്ചും കൂടെ കേപ്പബിൾ ആയിട്ടുള്ള ഷോക്ക് അബ്സോർബേഴ്സ് ആൻഡ് സീറ്റ്സിൻ്റെ എണ്ണം കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് മോർ എന്താ പറയുക, ഒരു പിന്നെ നമ്മളിപ്പോൾ പഴയ TRD Pro എന്ന് പറയുന്ന ട്രിമ്മ് വരുന്നതിന് പകരം ഇപ്പോൾ GR സ്പോർട്ട് എന്നുള്ള രീതിയിലാണ് അവർ റിലീസ് ചെയ്യുന്നത്. 2022 മോഡൽ ഇയർ ലാൻഡ് ക്രൂസർ റിലീസ് ചെയ്തപ്പോൾ there were quite a lot of cosmetic changes. വണ്ടിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം ശകലം കൂടിയിട്ടുണ്ട്. ഇറ്റ് ഇസ് 3 inches ലോങ്കർ, 2 inches വൈഡർ ആൻഡ് 1.5 inch ഹയർ എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ആ ലാൻഡ് ക്രൂസറിൻ്റെ റെഗുലറായിട്ടുള്ള ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ലുക്ക് അറ്റ് ദ ഈ പിന്നെ ഗ്ലാസിൻ്റെ ഒക്കെ ഷേപ്പും കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഓൾഡ് ലാൻഡ് ക്രൂസർ പോലെ തന്നെ ഉണ്ട്. ബട്ട് ഈ റിയർ ഗ്ലാസ് അത് വ്യത്യാസമുണ്ട്. അതുപോലെ ടെയിൽ ലാംപ്സ് ഒരു റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ലെങ്കിലും ഇറ്റ് ഈസ് നോട്ട്, നമ്മൾ പണ്ട് കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ലുക്കല്ല ഇതിനകത്ത്. ചില ഹാർഡ് കോർ ലാൻഡ് ക്രൂസർ ഫാൻസ് ആർ നോട്ട് വെരി ഹാപ്പി വിത്ത് ദിസ് ഡിസൈൻ. പലരും പറയുന്നത് ലുക്സ് ലൈക്ക് ഇപ്പം ഒരു മിനി വാന് പോലെ ആക്കി എന്നൊക്കെ പലരും കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ AR റഹ്മാൻ്റെ പാട്ട് പോലെ ആദ്യം കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2022 മോഡലിനെ സ്പെസിഫിക് ആയിട്ട് ഇതാക്കുന്ന കുറച്ച് ബാഡ്ജിങ്ങുകൾ ഈ വണ്ടിയിൽ എമ്പാടുമുണ്ട്. ഫസ്റ്റ് വൺ ഈസ് 70th ആനിവേഴ്സറി ബാഡ്ജിങ്. പിന്നെ ട്വിൻ ടർബോ എന്നുള്ളത് ടൊയോട്ട വളരെ സന്തോഷത്തോടെ, വളരെ പ്രൗഡായിട്ട് തന്നെ പറയുന്ന ട്വിൻ ടർബോ എഞ്ചിനാണെന്നുള്ളത്. പക്ഷേ V6 എന്നുള്ളത് കാണുന്നില്ല. എനിവേസ്, ദിസ് ഇസ് ലാൻഡ് ക്രൂസർ എന്നുള്ള ലോഗോ. ഇറ്റ് ഈസ് ലൈക്ക് ബോഡി പാനലിൽ തന്നെ എംബോസ്ഡ് ആയിട്ട്
3D എംബോസ്ഡ് ആയിട്ടുള്ള ലോഗോ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ആൻഡ് ടെയിൽ ഗേറ്റ് മറ്റ് ലാൻഡ് ക്രൂസറുകൾ ഇതുവരെയുള്ള ലാൻഡ് ക്രൂസറിലൊക്കെ സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് ആയിരുന്നു. അതായത് ഈ ഹാഫ് മേലോട്ട് തുറക്കാം, പിന്നെ ഒരു ഹാഫ് ഇങ്ങനെ താഴോട്ട് തുറന്നു വെച്ച് നമുക്ക് അതിൽ കയറി നിന്ന് ഇരിക്കാനും പിന്നെ ലോഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു മുമ്പത്തെ ലാൻഡ് ക്രൂസർ. ബട്ട് ദിസ് ടൈം ദേ ഹാവ് ഗിവൺ എ സിംഗിൾ ടെയിൽ ഗേറ്റ് ഓൺലി. ആൻഡ് ഈ സൈഡിലാണ് GXR ബാഡ്ജിങ് വരുന്നത്. സോ ദിസ് ബാഡ്ജിങ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്, മോഡലിനനുസരിച്ച് ബാഡ്ജിങ് മാറിക്കൊണ്ടിരിക്കും. റാഡിക്കലായ ഒരു മാറ്റമല്ല ഈ വണ്ടിയുടെ റീഡിസൈനിങ്ങിൽ ടൊയോട്ട സ്വീകരിച്ചത്. പക്ഷേ കൊളോണിയലിസ്റ്റ് ചിന്താസരണികളെ ഫോളോ ചെയ്യുകയും അമേരിക്കൻ മാർക്കറ്റ് ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഇപ്പോൾ വരുന്ന എല്ലാ SUVകളിലും ഗ്രില്ലിൻ്റെ സൈസിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന പോലെ ഫീൽ ആവുന്നു. ഫോർഡ് ആയിക്കോട്ടെ, ഓഡി, മെർസിഡീസ് ബെൻസ് ആയിക്കോട്ടെ, ജനറൽ മോട്ടോഴ്സ് ആയിക്കോട്ടെ, എല്ലാ SUVകളിലും ഈ വലിയ സൈസുള്ള ഗ്രില്ലും ഒരു റെക്ടാങ്കുലർ, കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള റെക്ടാങ്കുലർ ആൻഡ് ഹൊറിസോണ്ടൽ ഹെഡ് ലാംപ്സ്, ഇതിപ്പോൾ ഒരു ഡിസൈൻ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടൊയോട്ടേൻ്റെ അകത്ത് ഈവൻ ഇഫ് ആ റീഡിസൈൻ ഉണ്ടെങ്കിൽ ഇറ്റ് സ്റ്റിൽ ലുക്സ് റീറ്റെയിൽ ലാൻഡ് ക്രൂസറിൻ്റെ റെഗുലർ ലുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കമ്മിങ് ടു ടോക്ക് അബൌട്ട് ദ ലുക്സ്, നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു വേർഷൻ, ബെറ്റർ വേർഷൻ ഈസ് VXR. ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു അബ്ദുൽ ഗാനി ആൻഡ് സൺസ് ടൊയോട്ടയുടെ ഷോറൂമിലേക്ക് നമ്മൾ പോവാണ്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് ദ ഷോറൂം. The Land Cruiser 300 LC300 series, Land Cruiser VXR 6TH എന്നാണ് കമ്പനിയുടെ ഇന്റേണലി ഡെസിഗ്നേറ്റഡ് മോഡൽ നെയിം. ലാൻഡ് ക്രൂസറിൻ്റെ LC300 എന്ന് പറയുന്ന പുതിയ വേർഷൻ ഭീകരമായ ഒരു ഡിസൈൻ മാറ്റം ആക്ച്വലി വന്നിട്ടില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം അപ്പിയറൻസ്, ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടിയ അപ്പിയറൻസ് വ്യത്യാസമാണുള്ളത്. ഏറ്റവും പ്രധാനം ഈ ഗ്രില്ലാണ്. ഗ്രില്ല് ഇപ്പോൾ മാസീവായിട്ട് ഭയങ്കര സൈസുള്ള ഗ്രില്ലായിട്ട് മാറിയിട്ടുണ്ട്. ഗ്രില്ലിനകത്ത് തന്നെ ഫ്രണ്ട് ക്യാമറയുണ്ട്, വളരെ ലാർജ് സൈസ് ആയിട്ടുള്ള ടൊയോട്ട ലോഗോയുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ഒരുപാട് എയർ വെന്റിലേഷൻ ഡക്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ട്വിൻ ടെർബോസിൻ്റെ ഇൻ്റർകൂളേഴ്സിലേക്കുള്ള കൂടുതൽ എയർ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇത് തന്നിട്ടുള്ളത്. ട്രിപ്പിൾ LED ലാംപ്സ് ആണ് വിത്ത് DORL, ഡേ ടൈം ഔട്ട്സൈഡ് റണ്ണിങ് ലൈറ്റ്സ്, പ്ലസ് ഇതിനകത്ത് തന്നെ സീക്വൻഷ്യലായിട്ടുള്ള ടേൺ സിഗ്നൽസും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഒരു LED ഫോഗ് ലാമ്പും തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ടിപ്പിക്കൽ ലാൻഡ് ക്രൂസർ ഫാഷനിൽ ഒരുപാട് ക്രോം, ഒരുപാട് ബ്ലിങ് ഉണ്ട് ഇതിനകത്ത്. ഫോർ ദ ഫസ്റ്റ് ടൈം ലാൻഡ് ക്രൂസറിനകത്ത് ട്വിൻ ടെർബോ എഞ്ചിനോട് കൂടി വന്നിട്ടുള്ള മോഡലാണിത്. ആൻഡ് ലാൻഡ് ക്രൂസറിനെ പണ്ട് മുതലേ എല്ലാവരും അറിയുന്നത് ലാൻഡ് ക്രൂസറിൻ്റെ V8 എഞ്ചിൻ, അതിൻ്റെ പവർ, V6 എഞ്ചിൻ, അതിൻ്റെ പവർ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷേ ഈ വർഷം മുതൽ ലാൻഡ് ക്രൂസറിൽ V8 എഞ്ചിൻസ് ഉണ്ടാവത്തില്ല. ഡ്യൂ ടു ഫ്യൂൽ കൺസംഷൻ റീസൺസ് ആൻഡ് എൻവറോൺമെൻറ്റൽ റീസൺസ്, പൊല്യൂഷൻസ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ കമ്പനികളും എൻജിൻ സൈസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ്റർനാഷണലിൽ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ടൊയോട്ട ഹാസ് കം ഡൗൺ വിത്ത് 3.5 ലിറ്റർ ട്വിൻ ടർബോ ചാർജ് V6 എഞ്ചിൻ. പക്ഷേ പവറിൽ ഒട്ടും കുറവല്ല, V8 എഞ്ചിനേക്കാൾ ഒട്ടും കുറവില്ലാത്ത പവറുണ്ട്. 405 bhp പവറുണ്ട്. ആൻഡ് ടോർക്ക് ഇസ് അറൌണ്ട് 650 ന്യൂട്ടൺ മീറ്റേഴ്സ് ടോർക്ക്. ലാൻഡ് ക്രൂസർ 200 സീരീസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആക്സെൻറ്റുവേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഹംസ് ഇതിന് വിത്ത് സെൻറ്ററിൽ ഒരു സ്കൂപ്പോട് കൂടിയുള്ള ബോണറ്റാണ്. ഗിവ്സ് ഇറ്റ് ഒന്നും കൂടെ അഗ്രസീവ് ലുക്കാണ്. 200 സീരീസിനേക്കാൾ അഗ്രസീവായിട്ടാണ് 300 സീരീസ് ഇപ്പോൾ കാണാനുള്ളത്. സോ ഇവിടെയുള്ള രണ്ട് ഹംസ്, അതിൻ്റെ ഇടയിലുള്ള പവർ ലൈൻസ് എന്ന് പറയും. ഓക്കെ, ഗിവ്സ് ഒരു മൾട്ടി 3D എഫക്റ്റ്, ഭയങ്കര എഫക്റ്റാണ് വണ്ടിയുടെ ഇത് കാണാൻ. സൈഡ് ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, പഴയ LC300 നിന്നും
LC200 നിന്നും കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ മാറ്റമില്ല. ബട്ട് ദർ ഈസ് സബ്റ്റലായിട്ട് ഓരോ ചേഞ്ചസ് ഉണ്ട്. ലാൻഡ് ക്രൂസറിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫെൻഡർ ഫ്ലെയറിൻ്റെ ഒരു ഇതുണ്ട്. ദാറ്റ് ഈസ് സ്റ്റിൽ മെയിൻറ്റെയിൻഡ് ബട്ട് വിത്ത് എ ന്യൂ ലെവൽ. ആൻഡ് വീൽസ് 20-inch വീൽസാണ് വിത്ത് ഓൾട്ടറൈൻ ടയേഴ്സ്. Coming to the business end of the LC300, welcome new turbocharged V6, twin turbocharged V6 engine. cc 6-cylinder V6 engine ആണ് with twin turbochargers, രണ്ട് separate air filters ഉണ്ട്, and it has its own dedicated intercoolers രണ്ട് സൈഡിൽ. ആ intercoolersലേക്ക് എയർ കൊണ്ടുപോകാനുള്ള സ്ലാറ്റ്സ് ആണ് ഈ കാണുന്നത്. വേറെ ടൊയോട്ടയുടെ എഞ്ചിനാണ്, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. ബട്ട് 405 ഹോഴ്സ് പവർ ആൻഡ് 650 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്. എല്ലാവരും ഹോഴ്സ് പവറിൻ്റെ പിന്നാലെയാണ് പോവാറ്. ബട്ട് സിൻസ് ദിസ് ഇസ് എ ഓഫ് റോഡിങ് വെഹിക്കിൾ, ടോർക്കാണ് നമുക്ക് ഏറ്റവും മുഖ്യം. ഏറ്റവും കുറഞ്ഞ RPM എത്ര കൂടുതൽ ടോർക്ക് കിട്ടുന്നു അത്രയും നമ്മുടെ ഓഫ് റോഡിങ് എബിലിറ്റി കൂടും വണ്ടിയുടെ. ആൻഡ് ദർ ഇസ് നോ മോർ ഹോപ്പ് ഓഫ് ഒരു V8 ഇനി ടൊയോട്ടയിൽ കാണും എന്ന് ആരും വലിയ പ്രതീക്ഷയിലല്ല. ദർ വാസ് എ റൂമർ ദിസ് വിൽ ബി എ ഹൈബ്രിഡ്. ഇപ്പം US വരാൻ പോകുന്ന ടൊയോട്ട ടുണ്ട്രയുടെ അകത്ത് വരുന്ന ഒരു ഹൈബ്രിഡ് എഞ്ചിൻ വരാൻ പോകുന്നു, V6 3.5 സിലിണ്ടർ തന്നെ. അത് ലാൻഡ് ക്രൂസറിലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറൻ്റ്ലി ഇല്ല. നമ്മുടെ ആസീസ് ഇപ്പോൾ കയ്യിൽ വന്നിട്ടുള്ള വണ്ടികളിലൊന്നും ഹൈബ്രിഡ് എഞ്ചിൻ വന്നിട്ടില്ല. പുതിയ ലാൻഡ് ക്രൂസറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പറയാന്നുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ സ്കോപ്പിൽ പെടില്ല. ബട്ട് സ്റ്റിൽ പുതുതായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് 13.5 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീൻ, കുറച്ചും കൂടെ വലിയ സ്ക്രീനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ഒരു ഫീച്ചേഴ്സിൽ ഒന്ന്, ഇത് 360-degree വ്യൂ, വണ്ടിയുടെ ചുറ്റുമുള്ള സേഫ്റ്റി നോക്കാൻ വേണ്ടി വെൻ വി ആർ സ്റ്റാർട്ടിങ് ദ വെഹിക്കിൾ വണ്ടിയുടെ ചുറ്റുമുള്ള വ്യൂ നമുക്ക് കാണിച്ചു തരും. ഇൻക്ലൂഡിങ് ഓരോ വീൽസ് എവിടെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ 3D ആയിട്ട് കാണിച്ചു തരും. ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പിലോ പുറകിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് കാണാനും, പ്ലസ് നമുക്ക് ഓൾറൗണ്ട് വ്യൂ ഇതിനകത്ത് കിട്ടും. ഇറ്റ് ഇസ് എ വെരി യൂസ്ഫുൾ സേഫ്റ്റി ഫീച്ചർ. കാരണം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ മുമ്പിൽ കുട്ടികളോ അനിമൽസോ വേറെ എന്തെങ്കിലും ഇതോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. പിന്നെ ഡ്രൈവ് മോഡ്സ് ഉണ്ട് വണ്ടിയുടെ ഈ സ്ക്രീനിൽ നമുക്ക് കാണാം. ഓക്കെ, ഇക്കോ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, വേർ പെട്രോൾ കൺസംഷൻ കുറയും. ലെതർ കവർ ഗിയർ നോബാണ്. 4-wheel drive സെലക്ഷന് ടോഗിൾ ബട്ടൺ ആണ്. പാർക്ക് ബ്രേക്ക് ഈസ് ഓൾസോ ബട്ടൺ. ആൻഡ് ദിസ് ഇസ് പാർക്കിംഗ് ഹോൾഡ്. ഇത് വളരെ സഹായകരമായിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ഹോൾഡ് ബട്ടൺ ഓൺ ആക്കിയിട്ട് വണ്ടി ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും ആക്സിലറേറ്റർ കൊടുക്കാതെ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ പോലും മുന്നോട്ട് നീങ്ങില്ല, ആ ഹോൾഡ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ്. പുതിയൊരു ഫീച്ചർ ലാൻഡ് ക്രൂസറിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ സീറ്റ്സ് എയർ കണ്ടീഷൻഡ് ആണ്. ഫ്രണ്ട് സീറ്റ്സ് മാത്രമല്ല റിയർ സീറ്റ്സും എയർ കണ്ടീഷൻഡ് ആണ്. ഓക്കെ, ആൻഡ് 4 സീറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ സീറ്റിലുള്ള അതേ ഫിലോസഫി, അതേ സ്റ്റൈലിലുള്ള സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടുള്ള ആക്സൻസ് ഡോർ പാഡ്സിൽ, നമ്മുടെ ഡാഷ്ബോർഡിൽ, സെൻട്രൽ കൺസോളിൽ എല്ലായിടത്തും തന്നിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൽ ഒരു ബേൺഡ് വുഡിൻ്റെ ഒരു ഫിനിഷുള്ള ഒരു പീസ് തന്നിട്ടുണ്ട്. ദാറ്റ് ലുക്സ് വെരി നൈസ്. ഭയങ്കര നല്ല ഫിനിഷിംഗ് ആണ്. ആൻഡ് അനദർ വെരി കൂൾ ഫീച്ചർ, ഓക്കെ, നല്ല ഒരു ഇത് കൂൾ ബോക്സ് തന്നിട്ടുണ്ട് ഇവിടെ. യു ക്യാൻ, മറ്റ് വണ്ടികളിലൊക്കെ തുറക്കുന്ന പോലെയല്ല, ഈ സൈഡിൽ നിന്ന് ഇപ്പം നമ്മൾ തുറന്നു, യു ക്യാൻ ക്ലോസ് ഇറ്റ്. ഓക്കെ, പക്ഷേ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾക്ക് അവിടെ നിന്നും തുറക്കാം. സോ ഡബിൾ ഹിഞ്ചാണ്, 2 സൈഡിലും ഹിഞ്ചസ് ഉണ്ട്. ഫാൾസ് വുഡ് ആക്സൻസോട് കൂടിയിട്ടുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വിത്ത് ലെതർ കവറിംഗ്, ലെതർ ബൗണ്ട് ആണ്, ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇതുണ്ട്, controls on it. So one side controls all the infotainment systems and the other side all the safety features. Safety features in there, എല്ലാ ഫീച്ചേഴ്സിനെയും ഒരുമിച്ച് നമുക്ക് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഇറ്റ് സേസ് വാട്ട് ഓൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ആർ ആക്റ്റീവ് റൈറ്റ് നൗ. അപ്പോൾ വണ്ടിക്കകത്ത് പ്രീ കൊളിഷൻ വാർണിംഗ് സിസ്റ്റം ഉണ്ട്. പ്രീ കൊളിഷൻ അതായത് വണ്ടി ഇടിക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പുള്ള വണ്ടിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് റഡാർ വെച്ച് കണ്ടുപിടിച്ച് ഓൾറെഡി ബ്രേക്ക് ചെയ്യുന്ന പ്രീ എംപ്റ്റീവ് ആയിട്ട് വണ്ടീനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ പാർക്കിംഗ് അസിസ്റ്റ് നമുക്ക് പിന്നെ വിത്ത് വീഡിയോ ആൻഡ് കുറച്ച് വൈബ്രേഷനൊക്കെ തരുന്നൊരു സിസ്റ്റമാണ്.
പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്, നമ്മുടെ പിന്നെ കാണാൻ സാധ്യതയില്ലാത്ത ആംഗിളിലുള്ളത് മാത്രം പ്രത്യേകം എടുത്ത് സ്ക്രീനിൽ കാണിക്കുന്ന സിസ്റ്റമുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്. അതായത് നമ്മുടെ വണ്ടി നമ്മൾ റിവേഴ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ആരെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വണ്ടി നമ്മൾ അലേർട്ട് ചെയ്യും. 3 മെമ്മറി പ്രീസെറ്റോട് കൂടിയ മൾട്ടിവേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫുള്ളി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് ലാൻഡ് ക്രൂസറിനകത്തുള്ളത്. പ്രീസെറ്റ്സിനുള്ള ബട്ടൺ ഇവിടെയാണ്. സോ നമുക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് ഇത് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി അവിടെ സെറ്റായി. സോ നെക്സ്റ്റ് ടൈം വെൻ യു എൻ്റർ ദ കാർ വെഹിക്കിൾ വിൽ അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു യുവർ പ്രീസെറ്റ്സ്. ലാൻഡ് ക്രൂസർ 300ൻ്റെ റിയർ സീറ്റിലിരുന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 2 വെരി ലാർജ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിന് സെപ്പറേറ്റ് ഹെഡ്ഫോൺസ് ഉണ്ട്. ഹെഡ്ഫോൺസ് ആർ സംവെയർ ഹിയർ. ഐ കാനോട്ട് ഫൈൻഡ് ഇറ്റ് നൗ, ബട്ട് ഐ ക്യാൻ ആസ്ക് ദ കമ്പനി പീപ്പിൾ. ദാറ്റ്സ് ഡിഫറെൻറ്റ് ഇഷ്യൂ. ആൻഡ് ലെഗ് സ്പേസ്, ഞാൻ 6 അടി ഹൈറ്റാണ്. ഐ ഹാവ് മോർ ദാൻ ഇനഫ് ലെഗ് സ്പേസ്. ഹെഡ് സ്പേസിൻ്റെ കാര്യം പറയേ വേണ്ട. ആൻഡ് ദർ ഈസ് 3 പേര് ഇരിക്കാനുള്ള സീറ്റാണ്. ബട്ട് ദർ ഇസ് എ വെരി കംഫർട്ടബിൾ ആംറെസ്റ്റ് ഗിവൺ ഹിയർ. ഇതിനകത്ത് ഒരു ദർ ഇസ് എ കപ്പ് ഹോൾഡർ ഓൾസോ. എയർ കണ്ടീഷൻഡ് സീറ്റാണ്. സോ ആൻഡ് ഈച്ച് എയർ കണ്ടീഷണറിനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള കൺട്രോൾസ് ഉണ്ട്. ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ, സീറ്റിൻ്റെ എയർ കണ്ടീഷണർ കൺട്രോൾ ചെയ്യാം. AC വെൻസും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 4 സീറ്റ്സിനുള്ള എയർ കണ്ടീഷനിങ് ഉണ്ട്. നോട്ട് ഓൺലി ദ സീറ്റ്സ്, മറ്റേ നമ്മുടെ നോർമൽ AC-ൻ്റെയും പിന്നെ ഇവിടെ ഒരു വെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു വെൻ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള LED ടൈൽ ലാംപ്സ് ആണ്. മുമ്പത്തെ മോഡലുകളുടെ ഓർമ്മ ഉണർത്തുമെങ്കിലും ടോട്ടലി ന്യൂ ആണ്. ടോട്ടലി ഫ്രഷ് ആയിട്ടുള്ള ഡിസൈനാണ്. ഓക്കെ. പിന്നെ ടോ ഹുക്ക് ഇവിടെ മാൻഡേറ്ററി ആണ്. ലാൻഡ് ക്രൂസർ മേടിക്കുന്ന എല്ലാവർക്കും കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണും. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബീയിങ് എ ലാൻഡ് ക്രൂസർ ഓണർ. ആൻഡ് ജസ്റ്റ് ക്രോസ് യുവർ ലെഗ് ബിലോ ദ സെൻസർ. Closing the tailgate, there is a button to close the tailgate. Otherwise, we can do this. Move back. It will close. Same thing. Open ചെയ്യാനും ഇതന്നെ സെൻസറിൻ്റെ ഇടയിൽ കാലുകൊണ്ട്. ഇത്ര വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിലും ബൂട്ട് സ്പേസ് ഇച്ചിരി കുറവ് തന്നെയാണ്. ദാറ്റ്സ് ബിക്കോസ് ബാക്കിലെ റോയിലെ സീറ്റിലെ ആൾക്കാർക്കും അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് ലാൻഡ് ക്രൂസർ 300-നകത്ത്. ബട്ട് ഇഫ് യു ഹാവ് ടു ലോഡ്, ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ലോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ, ഈ 2 സീറ്റ്സും ഫോൾഡ് ഡൗൺ ആവും ഇലക്ട്രോണിക്കലി. നമുക്ക് ഇവിടുന്ന് ഇലക്ട്രോണിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദ ബട്ടൺസ് ടു ക്ലോസ് ഇറ്റ് ആർ ഹിയർ. ഹെഡ് റെസ്റ്റ് തന്നെ ഫോൾഡ് ആവും ആൻഡ് ഇറ്റ് വിൽ ഫോൾഡ് ഡൗൺ. റിയർ മോസ്റ്റ് സീറ്റ് മാത്രമല്ല, ഇനിയും സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ്സും കൂടെ നമുക്ക് ഫോൾഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്രണ്ട് സീറ്റ്സ് ഹാവ് ടു ബി ഫോൾഡ് ഡൗൺ. ബാക്ക് സീറ്റിലെ ആൾക്കാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ അത് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് താനും. സോ ലാൻഡ് ക്രൂസർ 300-ൻ്റെ ഫസ്റ്റ് റിവ്യൂ ഇവിടെ കൺക്ലൂഡ് ആവുകയാണ്. 70 വർഷത്തെ പാരമ്പര്യം, ടൊയോട്ടയുടെ അതുല്യമായ ക്വാളിറ്റി, തകർക്കാൻ കഴിയാത്ത വിശ്വാസം, ഇതാണ് ലാൻഡ് ക്രൂസറിൻ്റെ മുഖമുദ്ര. 70 വർഷം പിന്നിട്ടു, 170 വർഷം പിന്നിട്ടാലും ലാൻഡ് ക്രൂസർ നിലനിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ദ മോസ്റ്റ് പവർഫുൾ, മോസ്റ്റ് റിലയബിൾ ആൻഡ് മോസ്റ്റ് കേപ്പബിൾ SUV ഓൺ റോഡ് ടുഡേ. See you next time with another vehicle.